മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസും GSTയുമാണ്. അതിനുശേഷം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഒരു നല്ല സപ്ലയറെയാണ്. ഒരു സപ്ലയർക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഒരു മാനുഫാക്ചറിങ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് GST ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് അവർ കയ്യിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് വാങ്ങേണ്ടത്, ആ ഒരു പ്രോഡക്റ്റിന് അവർ കയ്യിൽ അപ്രൂവലും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു സപ്ലയറെ നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ഫോർമുലേഷൻ അയച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ ഷെയർ ചെയ്യും. ഈ ഒരു കൊട്ടേഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ടാകും. അതിനുശേഷം നിങ്ങൾ ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് പോകാം. നിങ്ങളുടെ ബ്രാൻഡ് നെയിം ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സപ്ലയർക്ക് 50% അഡ്വാൻസ് പേയ്മെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾക്ക് കാർട്ടൺ ബോക്സ് അതേപോലെ തന്നെ ഫോയിൽ ഡിസൈൻ എല്ലാം അയച്ചു തരും. ആ ഒരു ഡിസൈൻ എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകും. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്യും. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സപ്ലയർ നിങ്ങൾക്ക് ഒരു COA സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് അയച്ചു തരും. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ ബാലൻസ് ഉള്ള 50% പേയ്മെൻറ്റ് പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സപ്ലയർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തു തരും. ഡിസ്പാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ ഒരു POD പ്രൂഫ് ഓഫ് ഡെലിവറി കൂടി അയച്ചു തരും. ഈ ഒരു PODയിൽ കൂടെ നിങ്ങളുടെ പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു മെയിൽ ID യിലും നിങ്ങൾക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും.